Hello students, we shall begin a new unit today. It is the second unit of module 4. And this unit is all about input service distribution under GST. Input service distribution under GST. The concept of GST, input service distribution, is relevant for businesses having GST registration and operating with more than one branch within India. നമുക്ക് GST രജിസ്ട്രേഷനോട് കൂടി ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റി യൂസ്ഫുൾ ആയിരിക്കുന്നത്. ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ട് ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കണം. നമ്മളെ GST നിയമപ്രകാരം ഹെഡ് ഓഫീസിനും ബ്രാഞ്ചുകൾക്കും ഓരോ ബ്രാഞ്ചുകൾക്കും സെപ്പറേറ്റ് രജിസ്ട്രേഷനാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒറ്റ രജിസ്ട്രേഷൻ പോരാ. അതുകൊണ്ടാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റി ഇങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത്. Then, under GST, businesses with more than one branch are required to obtain GSTIN for each branch. TIN പോലെ tax identification number, goods and services tax identification number, GSTIN for each branch from where taxable supply is made. അപ്പം GST എന്തായിട്ടാണ് വരുന്നൊരു 15 ഡിജിറ്റ് നമ്പറാണ്. അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് വാറ്റിനുണ്ടായിരുന്ന ടിൻ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ടിൻ അതിന് പകരമായിട്ടാണ് GSTIN അല്ലെങ്കിൽ GST നിലവിൽ വന്നിരിക്കുന്നത്. ഇതൊരു 15 ഡിജിറ്റ് നമ്പറാണ്. ഇതിനൊരു സ്റ്റേറ്റ് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇത് പാൻ ബേസ്ഡ് ആണ്. Then further, based on the purchase of the head office or branch, input tax credit in the form of IGST or CGST and SGST would accrue to the business. പർച്ചേസിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ് ഓഫീസോ ബ്രാഞ്ചോ ഒക്കെ പർച്ചേസ് നടത്തുകയാണെങ്കിൽ എന്താണ്, ബ്രാഞ്ചുകൾക്ക് വേണ്ടി ഹെഡ് ഓഫീസാണ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ ഹെഡ് ഓഫീസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അക്യൂമുലേറ്റ് ചെയ്യും. ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബ്രാഞ്ചുകൾക്ക് വിഭജിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോട്ട് ഓൺലി പർച്ചേസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ പർച്ചേസിന്റെ മേലല്ല, സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. Then, in such a scenario, to ensure that input credit is properly distributed among all the branches, the GST input service distributor concept has been introduced by the government. എല്ലാ ബ്രാഞ്ചുകൾക്കും ന്യായമായ വിധത്തിൽ അല്ലെങ്കിൽ തുല്യമായിട്ട് ഇൻപുട്ട് സർവീസ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം ഗവൺമെന്റ് ആരംഭിച്ചത്. Then, this concept of input service distributor under GST has been emerged from service tax law. സർവീസ് നേരത്തെ GST നിലവിൽ വരുന്ന മുമ്പുണ്ടായിരുന്ന സർവീസ് ടാക്സ് ലോയിൽ നിന്നുമാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. Then, ഇൻപുട്ട് സർവീസ് ടാക്സ് ലോയിൽ സർവീസ് ടാക്സ് ലോയിൽ which provides the supplier of goods and services or both to distribute common input tax credit available to his other units located in different states having separate GSTIN on same PAN. Since there is no concept of centralized registration in GST, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ, GSTയുടെ പ്രത്യേകത എന്താ, there is no concept of centralized registration. ഹെഡ് ഓഫീസിനും എല്ലാ ബ്രാഞ്ചുകൾക്കും ഏതൊക്കെ സ്റ്റേറ്റുകളിലാണോ ഇത് പ്രവർത്തിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകണം. അങ്ങനെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവുകയും ഇവയ്ക്കെല്ലാം സെപ്പറേറ്റ് ആണ് GSTയുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവുകയും ചെയ്യും. കാരണം GST ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് രജിസ്ട്രേഷൻ സിസ്റ്റത്തിലല്ല പ്രവർത്തിക്കുന്നത്. Then, an input service distributor ISD is a business which receives invoices for services used by branches. ഇവിടെ പറഞ്ഞിരിക്കുന്ന an input service distributor is a business
which receives invoices for services used by branches. ബ്രാഞ്ചുകൾ ഉപയോഗിക്കുന്ന സർവീസുകൾക്ക് വേണ്ടി ഇൻവോയ്സുകൾ റിസീവ് ചെയ്യുന്ന ഒരു ഓഫീസാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. Then again, it distributes the tax paid to such branches on a proportional basis by issuing an ISD invoice, input service distribution invoice. പ്രൊപ്പോർഷനേറ്റ് ബേസിസിലായിരിക്കും ബ്രാഞ്ചുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദി ബ്രാഞ്ചസ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് GSTINs അല്ലെങ്കിൽ GSTINs but must have the same PAN as that of ISD. സെയിം പാനും അതുപോലെ തന്നെ ISD രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഹെഡ് ഓഫീസ് ABC ലിമിറ്റഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ബാംഗ്ലൂർ. ഒരു ബിസിനസിന്റെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഹാവിംഗ് ബ്രാഞ്ചസ് അറ്റ് ചെന്നൈ, മുംബൈ ആൻഡ് കൽക്കട്ട. ഹെഡ് ഓഫീസ് എന്താ? ബാംഗ്ലൂരിൽ ഹെഡ് ഓഫീസ് ഉള്ള ഒരു ബിസിനസ് കൺസേൺ ചെന്നൈയിലും മുംബൈയിലും കൊൽക്കട്ടയിലും ഒക്കെ ബ്രാഞ്ചുകളുണ്ട്. ദി ഹെഡ് ഓഫീസ് ഇൻകേർഡ് ആനുവൽ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എക്സ്പെൻസ്. ഹെഡ് ഓഫീസാണ് ഈ ബ്രാഞ്ചുകളുടെ എല്ലാം ആനുവൽ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിൻ്റെ എക്സ്പെൻസ്, ഒരു സർവീസാണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഇറ്റ് ബ്രാഞ്ചസ് ആൻഡ് റിസീവ് ദി ഇൻവോയ്സ് ഫോർ ദി സെയിം. ഇതിനു വേണ്ടിയുള്ള ഇൻവോയ്സും റിസീവ് ചെയ്തിരിക്കുന്നത് ഈ ബ്രാഞ്ചുകളുടെ ആനുവൽ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് സർവീസിന് വേണ്ടിയുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ എമൗണ്ട് പേ ചെയ്യുകയും ഇൻവോയ്സ് റിസീവ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഹെഡ് ഓഫീസാണ്. സിൻസ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ബൈ ഓൾ ഇറ്റ് ബ്രാഞ്ചസ്, ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ദി എൻ്റയർ സർവീസ് കനോട്ട് ബി ക്ലെയിംഡ് അറ്റ് ബാംഗ്ലൂർ. ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചുകളാണ്, അതുകൊണ്ട് എൻ്റയർ ITC cannot be claimed by the Bangalore head office. Then the same has to be distributed to all the 3 locations. എന്താ ഈ സർവീസിന്റെ മേൽ റിസീവ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് റേറ്റ് എന്താ? എല്ലാ ബ്രാഞ്ചുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഹിയർ ദി ഹെഡ് ഓഫീസ് അറ്റ് ബാംഗ്ലൂർ ഈസ് ദി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇവിടെ എന്താ? ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഹെഡ് ഓഫീസ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രവർത്തിക്കുകയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ എമൗണ്ട് ബ്രാഞ്ചുകൾക്ക് വിഭജിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ആരാ? ഹെഡ് ഓഫീസാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. Then requirement for input service distributor. The concept of input service distributor would be applicable only for entities registered under GST. Input service distributor eligibility എന്താ പറഞ്ഞിരിക്കുന്നത്? It is entitles registered under GST. Applicable only for entities registered under GST having multiple branches. GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, ഒന്നിലധികം ബ്രാഞ്ചുകളും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ISD സർവീസിന്റെ ആവശ്യമുള്ളൂ. In case of a business with multiple branches, the head office may purchase certain services commonly for all the branches. ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ഒരു ബിസിനസ് കൺസേൺ ഈ ബ്രാഞ്ചുകൾക്ക് വേണ്ടി ഹെഡ് ഓഫീസ് പലപ്പോഴും സർവീസുകൾ പർച്ചേസ് ചെയ്യാം. In such purchases, the input tax credit from the purchase would have to be distributed to various branches. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ? ഹെഡ് ഓഫീസ് പർച്ചേസ് ചെയ്യുന്ന ഈ സർവീസിന്റെ മേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബ്രാഞ്ചുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കണം. കാരണം സർവീസ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദി ബ്രാഞ്ചസ്. സർവീസ് യൂട്ടിലൈസ് കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന ബ്രാഞ്ചുകളാണ്. അതുകൊണ്ട് ബ്രാഞ്ചുകൾക്ക് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിഭജിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. Then in such cases the entity can set up an input service distributor and distribute the credit of central tax CGST, state tax SGST, union territory tax UTGST or integrated tax IGST to relevant branches. CGSTയുടെ മേലോ SGSTയുടെ മേലോ IGSTയുടെ മേലോ ഒക്കെ വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹെഡ് ഓഫീസ് എന്ന എൻറ്റിറ്റിക്ക് ബ്രാഞ്ചുകൾക്ക് വിഭജിച്ചു കൊടുക്കാം. ബ്രാഞ്ചുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് വേണ്ടി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രവർത്തിക്കാം. ഇനി നെക്സ്റ്റ്, essential conditions for distribution or essential conditions for qualifying as an input service distributor. ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില എസെൻഷ്യൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. നമ്പർ 1, the input service distributor should be an office of the supplier.
The input service distributor should be an office of the supplier. സപ്ലയറിന്റെ ഒരു ഓഫീസ് ആയിരിക്കണം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഹെഡ് ഓഫീസ് സപ്ലൈ എന്ന ഹെഡ് ഓഫീസ് സർവീസ് പർച്ചേസ് ചെയ്ത് ബ്രാഞ്ചുകൾക്ക് സപ്ലൈ ചെയ്യുന്നു. അവിടെ എന്താണ്, ഹെഡ് ഓഫീസ് ഒരു സപ്ലയർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ആദ്യത്തെ ഒരു എസൻഷ്യൽ കണ്ടീഷനാണ്. ദി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഷുഡ് ബി ആൻ ഓഫീസ് ഓഫ് ദി സപ്ലയർ. രണ്ടാമത്, such supplier can be a supplier of goods or service or both. The supplier of goods or service രണ്ടുമാകാം. Such office should receive tax invoices issued in respect of the receipt of input service. ഇനി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസ് ഇങ്ങനെയുള്ള അതിൻ്റെ മേലുള്ള ഇൻപുട്ട് സർവീസ് അതിൻ്റെ ഇൻവോയ്സ് റിസീവ് ചെയ്തിരിക്കണം. Such office should receive tax invoice issued in respect of the receipt of input service. Tax invoices received in respect of input goods are not eligible for ISD. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ടാക്സ് ഇൻവോയ്സസ് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്ട് ഗുഡ്സിന്റെ മേലുള്ള ഇൻവോയ്സിന് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷന്റെ ബെനിഫിറ്റിന് എലിജിബിലിറ്റി ഇല്ല. Then such office should issue a prescribed document for the purposes of distributing credits of CGST. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസ് പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ് വിതരണം ചെയ്തിരിക്കണം. ഡോക്യുമെന്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ക്രെഡിറ്റ് ഓഫ് CGST, SGST, IGST ഓർ UTGST. ഇതിന്റെ എല്ലാം മേലുള്ള ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നിശ്ചിത ഡോക്യുമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. To a supplier of taxable goods or services or both having the same permanent account number as that of the sub office. സപ്ലയറിന് ഈ ഒരു പർട്ടിക്കുലർ പ്രിസ്ക്രൈബ് ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റുകൾ വിതരണം ചെയ്തിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ എന്താ, എസൻഷ്യൽ കണ്ടീഷൻസ് ഫോർ ക്വാളിഫൈയിങ് ആസ് ആൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ദെൻ നെക്സ്റ്റ്, ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Registration required for input service distributor under GST നിയമപ്രകാരം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ GST രജിസ്ട്രേഷൻ പോരാ, സെപ്പറേറ്റ് ISD രജിസ്ട്രേഷൻ വേണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതിന്റെ എമൗണ്ടിന് അല്ലെങ്കിൽ എന്ത് തുക, അതിന്റെ ടേൺ ഓവർ, മറ്റ് കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. ISDക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇൻ അഡീഷൻ ടു ടാക്സ് രജിസ്ട്രേഷൻ, GSTയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ GSTയുടെ കീഴിലുള്ള രജിസ്ട്രേഷൻ പ്രകാരം GST പ്രകാരം ഒരു ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന് പുറമെ ISD രജിസ്ട്രേഷനും കൂടി എടുത്തിരിക്കണം. അത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. Apart from GST registration, an input service distributor will have to mandatorily obtain a separate registration as input service distributor by applying through form GST registration form 1. The separate ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. There is no threshold limit or criteria for registration for an input service distributor. ഇതിന് പ്രത്യേക ഒരു ക്രൈറ്റീരിയ ഒന്നും പറയുന്നില്ല. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഫെസിലിറ്റി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒരു രജിസ്ട്രേഡ് പേഴ്സൺ ആയാൽ പോരാ, GST നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ആയാൽ പോരാ, ഒരു ISD സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ദെൻ രജിസ്ട്രേഷൻ ഓഫ് ISD, കമ്പൽസറി രജിസ്ട്രേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. As per section 21 of the CGST Act, every ISD, input service distributor, whether or not separately registered under GST law, have to compulsorily take registration under GST law. എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഷനും GST നിയമപ്രകാരം സെപ്പറേറ്റ് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. സെപ്പറേറ്റ് കമ്പൽസറി രജിസ്ട്രേഷൻ ആണ് ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് GST നിയമം പറഞ്ഞിരിക്കുന്നത്. Then procedure for registration of an input service distributor and registered person is same under GST law. Registered person ആയിട്ടുള്ള അതേ പ്രൊസീജിയറും അതേ ഫോർമാലിറ്റീസുമാണ് ISD രജിസ്ട്രേഷനും GST നിയമം പറഞ്ഞിരിക്കുന്നത്.
അതിൻ്റെ സെയിം പ്രൊസീജിയറാണ്. രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ് ISD ഡിസ്ട്രിബ്യൂട്ടറായിട്ടും രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ദെൻ പർപ്പസ് ഓഫ് രജിസ്റ്ററിങ് ആൻ ISD. ഇനി എന്തിനു വേണ്ടിയാണ് അതിൻ്റെ മെയിൻ പർപ്പസ്? ദി കോൺസെപ്റ്റ് ഓഫ് ISD ഈസ് എ ഫെസിലിറ്റി made available to a business having a large share of common expenditure. ലാർജ് ഷെയർ ഓഫ് കോമൺ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾക്ക് വേണ്ടി വലിയൊരു തുക മുടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചുകളുടെ സർവീസ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ ഭീമമായ ഒരു ഭാഗം ഹെഡ് ഓഫീസാണ് മുടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ബിസിനസ് കൺസേൺസിന് യൂസ്ഫുൾ ആണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കോൺസെപ്റ്റ്. ദെൻ the concept of ISD is a facility made available to business having a large share of common expenditure and billing. Payment is done from a centralized location. ഇതിൻ്റെ മേലത്തെ പേയ്മെന്റ് നടത്തുന്ന സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ. അപ്പം ഹെഡ് ഓഫീസ് ആയിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ബിസിനസ് കൺസേൺസിനാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റി യൂസ്ഫുൾ ആയിരിക്കുന്നത്. ദി മെക്കാനിസം ഈസ് മെന്റ് ടു സിംപ്ലിഫൈ ദി ക്രെഡിറ്റ് ടേക്കിംഗ് പ്രോസസ് ഫോർ എൻറ്റിറ്റീസ് and the facility is meant to strengthen the seamless flow of credit under GST. GST റെജീമിന്റെ കീഴിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം അത് ഉറപ്പാക്കുകയും അതിൻ്റെ ക്രെഡിറ്റിന്റെ സീംലെസ് ഫ്ലോ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രജിസ്ട്രേഷന്റെ അല്ലെങ്കിൽ ISD രജിസ്ട്രേഷന്റെ മെയിൻ പർപ്പസ്. Then next, input service distributor required to file GST returns. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്താ, അവർ GST റിട്ടേൺ സെപ്പറേറ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം. എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും GST റിട്ടേൺ റിക്വയർഡ് ഫോർമാറ്റിൽ ഫയൽ ചെയ്തിരിക്കണം. An input service distributor must distribute the input tax credit available for distribution in the same month. ഓരോ മാസവും അവൈലബിൾ ആയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതാത് മാസം തന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നടത്തിയിരിക്കണം. ആൻഡ് ഫയൽ ഫോം GST റിട്ടേൺ 6. ഇനി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയതിനു ശേഷം ഇതിന്റെ ഡീറ്റെയിൽസ് GST റിട്ടേൺ ഫോം 6ൽ ഫയൽ ചെയ്യണം. GST റിട്ടേൺ 6 ഈസ് ഡ്യൂ ഓൺ 13th of every month. എന്താ, ജാനുവരിയിലെ ഡീറ്റെയിൽസ് ഫെബ്രുവരി 13-ാം തീയതിക്ക് മുമ്പ് ഫയൽ ചെയ്തിരിക്കണം GST റിട്ടേൺ ഫോം 6ൽ in relation to input service distribution. In GST return 6, the input service distributor must provide information of all input service distribution invoices issued. GST return 6ന്റെ അകത്ത് എന്താ, the input service distributor provide information of all ISD invoices. എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻവോയ്സിന്റെയും ഡീറ്റെയിൽസ് GST റിട്ടേൺ 6ൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തി ഫയൽ ചെയ്തിരിക്കണം. Then the details filed in GST return 6 shall be made available to the respective recipients in their GST return 2A. GST ഒരു ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റഡ് ആണ്, റിലേറ്റഡ് ടു പർച്ചേസ് റിലേറ്റഡ് ടാക്സ് റിട്ടേൺ ആണ്. GST റിട്ടേൺ 2A എന്താ, പർച്ചേസ് റിലേറ്റഡ് ടാക്സ് റിട്ടേൺ ആണ്. GST റിട്ടേൺ 6ൽ നിന്നും ഇത് ഓട്ടോമാറ്റിക്കലി GST റിട്ടേൺ 2A അത് പോപ്പുലേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ മാറ്റപ്പെടും. The recipients may include these in its GST return 2. എന്താ, GST റിട്ടേൺ 2 പറഞ്ഞ മന്ത്ലി റിട്ടേണിൽ ഇങ്ങനെ വരുന്ന the recipients may include these in its GST return 2. ഇങ്ങനെ എന്താ, ഇൻപുട്ട് കിട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വീതിച്ച് കിട്ടുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഫയൽ ചെയ്യുന്ന മന്ത്ലി റിട്ടേൺ GST റിട്ടേൺ 2 ഫോം 2ൽ ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് ടേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അപ്പോൾ അത് GST റിട്ടേൺ ഫോം 2ൽ ഉൾപ്പെടുത്തി അവിടെ മന്ത്ലി റിട്ടേൺ ആയ GST റിട്ടേൺ ഫോം 2ൽ ഉൾപ്പെടുത്തി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ നോട്ട് ബി റിക്വയർഡ് ടു ഫയൽ GST ആനുവൽ റിട്ടേൺ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്താ, അവര്
ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. മറ്റ് റിട്ടേണുകളൊക്കെ അവർ ഫയൽ ചെയ്തിരിക്കണം. മന്ത്ലി റിട്ടേണും ക്വാർട്ടർലി റിട്ടേണും ഒക്കെ ഫയൽ ചെയ്തിരിക്കണം. They are not required to file annual return. Then registration, ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. Conditions to be fulfilled by input service distributors for registration. Input service distributor has to compulsorily register as input service distributor. അപ്പം നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ആ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് എന്തായിട്ടാ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Apart from his registration as a normal taxpayer under the Act. ഒരു നോർമൽ ടാക്സ് പെയർ ആയിട്ട് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ISD രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇത് കമ്പൽസറി ആണ്. GST നിയമപ്രകാരം ഇത് കമ്പൽസറി ആണ്. ഒരു ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ. വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാ റിട്ടേൺസും കൃത്യമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. പ്രധാനമായിട്ടും എന്താ? GST റിട്ടേൺ ഫോം 6 അവർ ഫയൽ ചെയ്യുന്നത് റിലേറ്റഡ് ടു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ. Then where he has to switch under serial number 14 of registration 014 as an ISD. അതുപോലെ തന്നെ എന്താ? സീരിയൽ നമ്പർ 14 സീരിയൽ നമ്പർ 14 ഓഫ് രജിസ്ട്രേഷൻ 014 as ISD. അപ്പം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കൃത്യമായിട്ട് അത് കാണിക്കുകയും കൂടെ ചെയ്യണം. only then he shall be able to distribute the credit to the recipients. അപ്പം സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുത്ത് ആ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ രജിസ്ട്രേഷൻ 014 വ്യക്തമായിട്ട് കാണിച്ചാൽ മാത്രമേ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിന്റെ മേലെന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Then invoicing. ISD can distribute the amount of ISD and the input service distributor can distribute the amount of tax credit to recipients as earlier stated by issuing an ISD invoice. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എമൗണ്ട് ഓഫ് ടാക്സ് ക്രെഡിറ്റ് ISD can distribute, input service distributor can distribute the amount of tax credit to the recipients as earlier stated by issuing an ISD invoice. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻവോയ്സിലൂടെ മാത്രമേ ഇൻപുട്ട് ടാക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാവുകയുള്ളൂ. അപ്പം ISD അല്ല, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഇൻവോയ്സ് കൊടുത്തിരിക്കണം. ISD ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന്റെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാവുകയുള്ളൂ. Then returns. Every input service distributor shall, on the basis of details contained in form GST return 6A, ഇത് ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്, ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റഡ് ആകുന്നതാണ്. And where required, after adding, correcting or deleting the details, furnish electronically the return in form GST return 6. GST 6A ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്. അതിൽ ആവശ്യമായ കറക്ഷൻസും അഡീഷൻസും ഒക്കെ നടത്തിയതിനു ശേഷം GST റിട്ടേൺ ഫോം 6 എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതിന്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്തിരിക്കണം, ഫയൽ ചെയ്തിരിക്കണം. Contain details of tax invoices on which credit has been received and those issued under section 20. സെക്ഷൻ 20 പ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. Then an ISD will have to file monthly returns in GST return 6. അതുപോലെ എന്താ, an input service distributor, എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും they have to file monthly returns in GST return 6. GST return form 6 മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. മന്ത്ലി റിട്ടേൺ എന്താ, അടുത്ത മാസം 13 മുമ്പായിട്ട് എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവരതിൻ്റെ എന്താ ഓരോ മാസത്തെയും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. വിതിൻ 30 days ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി മന്ത്, അടുത്ത മാസം 13 മുമ്പായിട്ട്. ആൻഡ് വിൽ ഹാവ് ടു ഫർണിഷ് ഇൻഫർമേഷൻ ഓഫ് ഓൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻവോയ്സ് ഇഷ്യൂ. ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എന്താ
ഓരോ മാസവും ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻവോയ്സിൻ്റെയും ഇൻവോയ്സ് ഡീറ്റെയിൽസും കൂടെ ഉൾപ്പെടുത്തി വേണം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ് വരുന്നത്? ദി ക്രെഡിറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ മേൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ടു ദി റെസിപ്പിയൻസ്. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ മേലാണ് ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷന് അവൈലബിൾ അല്ല. Distribution of input tax credit. The credit of tax paid under reverse charge mechanism is not available for distribution to the recipients. So, the ESD has to utilize such credit only as a normal taxpayer. The input tax അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ രീതിയിൽ അവൈലബിൾ ആയിരിക്കുന്ന റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ മേൽ കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താ? ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു നോർമൽ ടാക്സ് പെയർ എന്ന രീതിയിൽ മാത്രമേ വിനിയോഗിക്കാവുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വർക്കിംഗും അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് GST ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. So we can conclude our lesson today. Thank you.